നമസ്കാരം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് നമ്മൾ ഹൃദയം തന്നെ നടുങ്ങുന്ന രീതിയിലുള്ള ഒരു വാർത്ത കേട്ടത്. അതായത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ AI-171 എന്ന വിമാനം റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സാങ്കേതിക തകരാർ മൂലം നേരെ ചെന്ന മെൻസ് ഹോസ്റ്റലിലേക്ക്, അതായത് ഡോക്ടർമാർ താമസിക്കുന്ന മെൻസ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറി അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിൽ 241 യാത്രക്കാരുണ്ടായിരുന്നു. ആ യാത്രക്കാരെല്ലാം തന്നെ പൂർണ്ണമായി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അതായത് ആ യാത്രക്കാർ 241 യാത്രക്കാരിൽ കുറച്ചുപേരെ ക്യാബിൻ ക്രൂ ഉൾപ്പെടെ ജീവനക്കാരും ഉൾപ്പെടെയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു യാത്രക്കാരൻ മാത്രമാണ് ചെറിയൊരു പരിക്കുകളോടെയെങ്കിലും രക്ഷപ്പെട്ടത്. അതിൽ നമുക്കറിയാം ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ മരണപ്പെടുകയും ചെയ്തു. കൂടാതെ ആദ്യം തന്നെ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനി ആ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനത്തോടുകൂടി, അതായത് വൈകുന്നേരത്തോടു കൂടിയാണ് ഗുജറാത്തിലെ തന്നെ BJP അധ്യക്ഷൻ തന്നെ പറയുന്നത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ലണ്ടനിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയൊക്കെ കാണാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടമാവുന്ന രീതിയിലേക്ക് എത്തിയത്. അതിനുശേഷം തന്നെ ഇന്നലെ സംഭവത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ കേന്ദ്ര സർക്കാർ ചടുലമായ നിർണായകമായ ഓരോ നീക്കങ്ങളും നടത്തിയിരുന്നു. BSF അവിടെ നിയോഗിക്കുന്നു. BSFന്റെ ഒരു ടീമിനെ തന്നെ അവർ ചടുല വേഗത്തിൽ സ്പോട്ടിലെത്തുന്നു. അവർ എല്ലാം തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. കൂടാതെ ഇന്ത്യൻ ആർമിയെ അത് അഹമ്മദാബാദിലേക്ക് അയക്കുന്നു. കൂടാതെ NDRFന്റെ 90 ടീം അംഗങ്ങളെ അതിലേക്ക് ചടുല വേഗത്തിൽ എത്തുന്നു. ഫയർഫോഴ്സിനെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നു. മൊത്തത്തിൽ വിമാനം കംപ്ലീറ്റ് കത്തി ചാമ്പലായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനുശേഷം രാത്രിയോടുകൂടി തന്നെ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് ഓരോ കാര്യങ്ങളും പരിശോധിക്കുന്നു. അതോടെ തന്നെ വിമാനവുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഏജൻസികൾ വരുന്നു. അതെല്ലാം തന്നെ അവർ കൃത്യമായ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വിമാനത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ, അതായത് വിമാനത്തിന്റെ ഏറ്റവും ഹൃദയ ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ എവിഡൻസുകളുള്ള ബ്ലാക്ക് ബോക്സുകൾ ഇന്നലെ രാത്രിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുന്നു. ഇനി ആ ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് എന്താണ് സംഭവിച്ചത്, അതിലെന്താണ് പ്രശ്നം, വിമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാർ മൂലമാണോ അതോ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കൃത്യമായ രേഖകൾ, കൃത്യമായ തെളിവുകൾ, കൃത്യമായ പോയിന്റുകൾ ആ ബ്ലാക്ക് ബോക്സിൽ പരിശോധിക്കുന്ന ശേഷം മാത്രമാണ് കിട്ടുന്നത്. ഇന്ന് ഫോറൻസിക് വിദഗ്ധരടക്കം അവിടെ ആ സ്പോട്ടിൽ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ബ്ലാക്ക് ബോക്സുകൾ തുടർ പരിശോധനയ്ക്കായി ഫോറൻസിക് ടീമിലേക്ക് കൈമാറുന്നുമുണ്ട്. കൂടാതെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 8 മണിയോടുകൂടി അഹമ്മദാബാദ് വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയോടും ഉടനെ തന്നെ അഹമ്മദാബാദിലേക്ക് തിരിക്കാൻ നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. അതിനുശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുമായി ഫോണിലേക്ക് സംഭാഷണം നടത്തുന്നു. അതിനുശേഷം രാത്രി വൈകിയോളം മോദിയും അമിത്ഷായും തമ്മിൽ ഫോണിൽ ഒരു ചർച്ച നടത്തുന്നു. അതായത് അമിത്ഷാ കാര്യങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദിയോട് പറയുന്നു, ഇങ്ങനെയാണ് ഇവിടെ സംഭവം ഉണ്ടായത്, വലിയ സ്ഥിതി അതീവ ഗുരുതരമാണ്. അതോടുകൂടി നരേന്ദ്രമോദി രാവിലെയോടുകൂടി തന്നെ എത്തും എന്നൊരു വാർത്ത ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടതാണ്. കൂടാതെ ഇന്ന് അഹമ്മദാബാദ് എയർപോർട്ടിലേക്ക് എത്തിയ നരേന്ദ്രമോദി ഇന്ന് കാണുന്നത് എയർപോർട്ടിൽ വച്ച് തന്നെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോടൊപ്പം വ്യോമയാന മന്ത്രിയോടൊപ്പം തന്നെ ഒരു ചർച്ച നടത്തും. ആ ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും വിമാനം തകർന്ന ആ ഒരു മെൻസ് ഹോസ്റ്റലിന്റെ ആ ഭാഗത്തേക്ക് പോവുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനുശേഷം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ നരേന്ദ്രമോദി ചെന്ന് സന്ദർശനം നടത്തും. അതിനുശേഷം ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട ഒരു അനുശോചനം ഒക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഡൽഹിയിലേക്ക് പോകും. കൂടാതെ അമേരിക്കയിൽ നിന്നുള്ള ഏജൻസികളടക്കം ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നടക്കം ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. കൂടാതെ ലോകരാജ്യങ്ങളടക്കം ഇന്ത്യക്ക് വലിയ രീതിയിൽ ഒരു വാഗ്ദാനവും ചെയ്യുന്നുണ്ട്. കൂടാതെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും അതോടൊപ്പം തന്നെ ATC ഉൾപ്പെടെ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം എന്താണ് ഒരു ടെക്നിക്കൽ ഫെയിലിയർ, കാരണം ഈ എയർ ഇന്ത്യയുടെ AI-171 ബോയിങ് എന്ന വിമാനം ഒരു 6 മാസത്തിന് മുമ്പേ ഒരു സാങ്കേതിക തകരാർ മൂലം ഒരു പ്രശ്നം പറ്റിയതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം പരിഹരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം അല്ലെങ്കിൽ ഒരു സാങ്കേതിക പിഴവ് ഇതിൽ സംഭവിച്ചോ എന്നടക്കം പരിശോധിക്കുന്നുണ്ട്. കാരണം വ്യോമയാന മേഖലയിലെ വിദഗ്ധർ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ ഇന്ധനം കൂടുതലായിരുന്നു. അത് ഏകദേശം 1.5 ലക്ഷത്തോളം ലിറ്റർ ഇന്ധനം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തീ ഒരു പൊട്ടിത്തെറിച്ചപ്പോൾ ഇത്രയും കത്തിച്ചാമ്പലാവാനുള്ള ഒരു വ്യാപ്തി ഇതിൽ കൂടുതലായത്. പിന്നെ പറയുന്ന ഒരു കാര്യം, ഈ യാത്രക്കാരുടെ എണ്ണം ഇതിൽ കൂടുതലാണ്. ഭാരം താങ്ങാൻ പറ്റാതെ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാർ വന്നിട്ടുണ്ടോ? അതിനുശേഷം വൈകി ഇന്നലെ DSC ഇറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് എഞ്ചിൻ
എഞ്ചിൻ ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ പക്ഷി ഇടിച്ചു ഉണ്ടായ ഒരു സംഭവമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ കൃത്യമായ റിപ്പോർട്ട് 2 ദിവസത്തിനകം വ്യോമയാന മന്ത്രാലയം നരേന്ദ്രമോദിയുടെ മേശപ്പുറത്തേക്ക് വയ്ക്കുമെന്നതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇന്ന് വൈകുന്നേരം നരേന്ദ്രമോദി ഇപ്പോൾ കണ്ടതിന് ശേഷം, ഡൽഹിയിൽ എത്തിയതിനു ശേഷം തുടർ നടപടികൾ, അല്ലെങ്കിൽ തുടർ ധനസഹായം, അല്ലെങ്കിൽ തുടർ ഒരു പ്രഖ്യാപനമായ എന്തെങ്കിലും ഒരു വാഗ്ദാനം ഈ അഹമ്മദാബാദ് എയർപോർട്ട് അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.